തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. 10 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. 26 ഹോട്ടലുകളിൽ പരിശോധന നടത്തി. 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന വകുപ്പുകൾ, എന്തായാലും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ലക്ഷ്മി, രാവിലെയോടെയാണ് ഇത്തരത്തിൽ 10 ഹോട്ടലുകളിൽ നിന്നായി, തൃശൂർ നഗരത്തിലെ 10 ഹോട്ടലുകളിൽ നിന്നായി പഴകിയ ഭക്ഷണം പിടികൂടിയത്. 26 ഹോട്ടലുകളിലാണ് പരിശോധന നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നത്. രാവിലെയോടുകൂടി ആരംഭിച്ച ഈ പരിശോധനയാണ്. ഇവിടെ നിന്നും പിടിച്ച ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ തന്നെ ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെരിഞ്ഞനത്തെ ഒരു സെയിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് 178 പേർക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത്. തുടർന്ന് അവർ ചികിത്സ തേടുകയായിരുന്നു. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. അത്രയധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മുൻവർഷങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. തുടർന്ന് എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം പരിശോധന നടത്തുന്നു. പിന്നീട് ആ പരിശോധന നിലയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും ഹോട്ടലുകൾ ഇതേപടി തന്നെയാണ് പഴകിയ ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. അതിൽ നിന്നും ഈ അസ്വസ്ഥതയൊക്കെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പിന്നീട് ചികിത്സ തേടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് ഒക്കെ തന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള ഒരു പരിശോധന എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞ ശേഷം ഇനിയും ഇത്തരത്തിൽ പരിശോധന തുടർന്നില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.